മലയാളത്തിലെ പല റെക്കോർഡുകളും തിരുത്തിക്കുറിച്ച് ജൈത്രയാത്ര തുടരുകയാണ്. മോഹൻലാൽ തരുൺമൂർത്തി ടീമിന്റെ തുടരും. മികച്ച പ്രതികരണം നേടിയ സിനിമ ഇതിനോടകം 200 കോടി ക്ലബിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ചിത്രത്തിലെ ഒരു നിർണായക രംഗത്തിൽ കാറിന്റെ ഡിക്കിയിൽ നിന്ന് മോഹൻലാലിന്റെ കഥാപാത്രത്തിന് തന്റെ മകന്റെ പേഴ്സ് ലഭിക്കുന്നുണ്ട്. അതെങ്ങനെ അവിടെ വന്നു എന്ന് പറയുകയാണ് തരുൺ. ലോജിക്കലി അതെങ്ങനെ എത്തിയെന്ന് കാണിക്കുന്ന പോയിന്റുകൾ സിനിമയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് തരുൺ പറയുന്നു. ഒരു അഭിമുഖത്തിലായിരുന്നു തരുണിന്റെ പ്രതികരണം. കാറിന്റെ ഡിക്കിയിൽ എങ്ങനെ പേഴ്സ് വന്നു എന്നതിന് ഉത്തരം സിനിമയിൽ തന്നെയുണ്ട്. ബെന്നി എന്ന പോലീസുകാരൻ മോഹൻലാലിന്റെ കഥാപാത്രത്തെയും സുധീഷിനെയും എല്ലാവരെയും അന്വേഷിച്ച് നടക്കുന്ന സീനിൽ കുട്ടിച്ചന്റെ വർക്ക്ഷോപ്പിൽ ചെല്ലുന്നുണ്ട്. അവിടെ ടിവിയിൽ ന്യൂസ് ബുള്ളറ്റ് പോകുന്നുണ്ട്. ആ വാർത്തയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ചാക്കിൽ നിന്ന് കിട്ടിയ യൂണിഫോമിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് പോലീസ് അന്വേഷണം തുടങ്ങിയെന്ന്. അപ്പോൾ അതിനർത്ഥം ചാക്കിൽ ബോഡിക്കൊപ്പം അവർ യൂണിഫോമും ഒളിപ്പിച്ചിട്ടുണ്ട്. അവസാനം ബോഡി വലിച്ചുകൊണ്ടുപോകുന്ന ബെന്നി യൂണിഫോം കൂടി കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ഇതേ ചാക്കിനകത്ത് യൂണിഫോം ഇട്ടു എന്ന് പറയുന്ന തരത്തിൽ ഒരു സ്പൂൺ ഫീഡിംഗ് വേണ്ട എന്ന് തോന്നി. സിനിമയിൽ പല സ്ഥലങ്ങളിലും അതിട്ടിട്ട് കൊടുത്തിട്ടുമുണ്ട്. പിന്നെ പേഴ്സ് പുറത്തു വന്നതെങ്ങനെ? ബോഡി കൊണ്ടുപോകുമ്പോൾ ചാക്ക് കീറിയിട്ടുണ്ട്. അതിൽ നിന്നാണ് കാല് പുറത്തേക്ക് വന്നത്. മാത്രമല്ല പുറത്തേക്ക് പേഴ്സ് വന്നതിന്റെ കാരണവും തരുൺമൂർത്തി ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. മലയാളത്തിലെ ഇതുവരെയുള്ള എല്ലാ റെക്കോർഡുകളെയും തകർത്ത മുന്നേറുകയാണ് തുടരും. പ്രകാശ് വർമ്മ, ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയൻപിള്ള രാജു, തോമസ് മാത്യു, ഇർഷാദ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.